ബ്രെഡും മുട്ടയും ഉണ്ടെങ്കിൽ എണ്ണയൊന്നുമില്ലാതെ നല്ലൊരു കിടിലൻ സ്നാക്സ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു 6 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ക്രഷ് ചെയ്തെടുക്കുമ്പോൾ നല്ല തരിതരിപ്പായിട്ട് തന്നെ ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഒരുപാടങ്ങ് സോഫ്റ്റ് ആയിട്ട് പൊടിഞ്ഞു പോകാൻ പാടില്ല, അല്പം തരിതരിപ്പായിട്ട് തന്നെ ഇരിക്കണം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കാം. ഞാനൊരു 1/4 കപ്പോളം പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 2 ഏലക്കയും ചേർത്തിട്ടുണ്ട്. ഏലക്കയോ വനില എസൻസോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ എടുക്കാവുന്നതാണ്. നേരത്തെ തന്നെ പൊടിച്ചു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബ്രെഡ് ക്രംസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം പാലും ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും ചേർത്ത ശേഷം മിക്സിയുടെ ജാറിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി എടുത്ത് അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു ബാറ്ററിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ബാറ്ററിന്റെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ക്ലോക്ക് വൈസിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് ഓവറായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. വിനെഗറും ബേക്കിംഗ് സോഡയും മിക്സ് ചെയ്ത് ചേർത്തിട്ടുള്ളത് കേക്ക് നന്നായിട്ടൊന്ന് പൊങ്ങി വരുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ഈ ബാറ്ററിൽ ബ്രെഡിന്റെ പൊടിയാത്ത കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു കേക്ക് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാൻ ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ സോസ് പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് മാറ്റി വെക്കാം. സോസ് പാനിൽ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ തന്നെ നെയ്യ് സ്പ്രെഡ് ചെയ്തെടുക്കണം. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു ബ്രെഡ് കൊണ്ടുള്ള കേക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ സോസ് പാൻ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിനു ശേഷം കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഗ്യാസ് ഓൺ ചെയ്ത ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയിട്ട് സോസ് പാൻ അതിലേക്ക് വെക്കാം. ഒട്ടും തന്നെ എയർ പുറത്തേക്ക് പോകാത്ത രീതിയിലുള്ള ഒരു മൂടി വെച്ചിട്ട് ഈ സോസ് പാൻ ഒന്ന് മൂടി വെക്കാം. അതുപോലെ തന്നെ ഇതിനടിയിലായിട്ട് നമ്മൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ദോശക്കല്ലോ ഫ്രൈ പാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടും തന്നെ അടുക്കി പിടിക്കും എന്നുള്ളൊരു ടെൻഷൻ വേണ്ട. ഏകദേശം ഒരു 30 മിനിറ്റ് ഒക്കെ ആയപ്പോൾ ഞാനൊന്ന് തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടെ ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടുണ്ട്. വീണ്ടും ഒരു 15 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. 45 മിനിറ്റ് ആണ് ഇത് മൊത്തത്തിലൊന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള സമയം. വളരെ സോഫ്റ്റും സ്പോഞ്ചി ആയിട്ടുള്ള ഒരു ടീ ടൈം പെർഫെക്റ്റ് കേക്ക് നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അതും ബ്രെഡ് കൊണ്ട് വളരെ എളുപ്പത്തിൽ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷനും എനേബിൾ ചെയ്ത് വെക്കണേ. നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ മൈ ചാനൽ.